എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദാമ്പത്യ ജീവിതത്തിലെ ചില ആഴമുള്ള ആത്മീയ തത്വങ്ങളെക്കുറിച്ചാണ്. ഒരു കുടുംബ ബന്ധത്തെ യഥാർത്ഥത്തിൽ എന്താണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, എന്താണ് അതിന് മാധുര്യം നൽകുന്നത്, നമുക്ക് ഒരുമിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. ഈയൊരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. നോക്കൂ, ദാമ്പത്യ ജീവിതത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പലപ്പോഴും പുറമേയുള്ള സൗന്ദര്യത്തിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കും, അല്ലേ? പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ പ്രധാനപ്പെട്ട ഒന്നാണ് പങ്കാളികൾ തമ്മിലുള്ള ആ ആത്മീയമായൊരടുപ്പം. ശരിക്കും പറഞ്ഞാൽ വിവാഹമെന്നത് പുറംമൂടിയിൽ ഒതുങ്ങേണ്ട ഒന്നല്ല. അതിന്റെ യഥാർത്ഥ അടിത്തറ ആത്മാക്കൾ തമ്മിലുള്ള ആഴത്തിലുള്ളൊരു കണക്ഷനാണ്. ആ ബന്ധം എത്രത്തോളം ദൃഢമാവുന്നോ അത്രത്തോളം ആ ദാമ്പത്യം മധുരമുള്ളതായി മാറും. തീർച്ച. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. വിവാഹം, ഒരു ആത്മീയ തത്വം. എന്താണിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ എന്താണ് ശരിക്കും വിവാഹം? പലരും വിചാരിക്കുന്ന പോലെ അതൊരു നിയമപരമായ കരാർ മാത്രമാണോ? അല്ല. അതിനപ്പുറം രണ്ട് വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ അവർ തമ്മിൽ ലയിച്ച് പുതിയ ഒന്നായി മാറുന്ന ഒരു സംയുക്ത വ്യക്തിത്വമുണ്ടാവുന്ന ഒരു ആത്മീയ പ്രക്രിയയാണത്. ഇതിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാവുന്ന താൽക്കാലിക ഇഷ്ടങ്ങളോ ആകർഷണങ്ങളോ ഒന്നുമല്ല, മറിച്ച് ആത്മാക്കൾ തമ്മിലുള്ള ആഴത്തിലുള്ള ശാശ്വതമായ ഒരു ബന്ധമാണ്. ഇനി ഈ ആത്മീയമായ കൂടിച്ചേരൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിന്റെ പിന്നിലുള്ള ആശയമെന്താണ്? നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം. രണ്ടാത്മാക്കൾ, ഒരു പ്രാണൻ. ഒന്ന് ശ്രദ്ധിക്കൂ, ഏക പ്രാണൻ, രണ്ട് ശരീരം. എന്തൊരു മനോഹരമായ സങ്കല്പമാണല്ലേ? ഇതാണ് ഒരു ആദർശ ദാമ്പത്യത്തിന്റെ യഥാർത്ഥ അവസ്ഥ. അതായത് ശരീരങ്ങൾ രണ്ടെണ്ണം ഉണ്ടാവാം, പക്ഷെ അവരെ മുന്നോട്ട് നയിക്കുന്ന ആ ജീവശക്തി, ആ പ്രാണൻ, അതൊന്നായിരിക്കും. അവരുടെ ചിന്തകളൊന്നാവും, ലക്ഷ്യങ്ങളൊന്നാവും, സ്വപ്നങ്ങളൊന്നാവും, എല്ലാം പരസ്പരം താങ്ങും തണലുമായി മാറും. അപ്പോൾ ഈ ഒന്നായി തീരുന്ന പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നോക്കാം. ആദ്യം, തീർച്ചയായും അവർ രണ്ട് വ്യത്യസ്ത വ്യക്തികളാണ്, രണ്ട് സ്വതന്ത്ര ചിന്താഗതികൾ. പിന്നെ വിവാഹത്തിലൂടെ അവർക്കിടയിൽ ആഴത്തിലുള്ള ഒരു ആത്മീയ ബന്ധം രൂപപ്പെടുകയാണ്. അതിന്റെ ഫലമായിട്ടോ അവർ രണ്ടുപേരും കൂടിച്ചേർന്ന് ഒരു പുതിയ വ്യക്തിത്വമായി, ഒരു പുതിയ ശക്തിയായി മാറുന്നു. രണ്ടും ചേർന്നൊന്നെന്ന് പറയില്ലേ, അതുപോലെ. ഇനി നമുക്ക് ഇന്നത്തെ കാലത്തെ ബന്ധങ്ങളിൽ കാണുന്ന ഒരു പ്രധാന പ്രശ്നത്തിലേക്ക് വരാം. ഒരുപക്ഷെ ഒരുപാട് കുടുംബങ്ങളിൽ താളപ്പിഴകൾക്ക് കാരണമാകുന്നൊരു കാര്യമാണിത്: അവകാശവും കടമയും. ബന്ധങ്ങളിലെ കലഹത്തിന്റെ പ്രധാന കാരണം ഇവിടെ വളരെ വ്യക്തമായി കാണാം. ഒരു സൈഡിൽ എനിക്ക് എന്ത് കിട്ടും എന്ന ചോദ്യം, അതായത് നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ പ്രതീക്ഷകൾ. മറുഭാഗത്തോ ഞാൻ എന്ത് നൽകും എന്ന ചിന്ത, നമ്മുടെ കടമകൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ. പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ആദ്യത്തെ ചോദ്യത്തിൽ മാത്രം ശ്രദ്ധിക്കും, എനിക്ക് എന്ത് കിട്ടണം എന്നതിൽ. നമ്മുടെ കടമകളെയും ഉത്തരവാദിത്തങ്ങളെയും സൗകര്യപൂർവ്വം മറന്നുകളയും. ഈയൊരു ബാലൻസ് തെറ്റുമ്പോഴാണ് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: എപ്പോഴാണോ നമ്മൾ നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് കടമകളെ മറക്കുന്നത്, അപ്പത്തന്നെ ആ ബന്ധത്തിൽ വിള്ളലുകൾ വീണു തുടങ്ങും. നേരെ മറിച്ച് നമ്മുടെ കടമകൾ സ്നേഹത്തോടെ ചെയ്യുമ്പോൾ അവിടെ സമാധാനവും സന്തോഷവും താനേ വരും. അല്ലാതെ അവകാശത്തിനു വേണ്ടി പോരടിച്ചിട്ടൊരു കാര്യവുമില്ല. ഈ പറയുന്ന ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ ഒരു വലിയ പാഠം പഠിക്കാനുണ്ട്. ശരിക്കുള്ള ബന്ധം എന്താണെന്ന് കാണിച്ചു തരുന്ന, കേട്ടാൽ നമ്മുടെ എല്ലാം ഹൃദയത്തിൽ തൊടുന്ന ഒരു യഥാർത്ഥ കഥ. നമുക്കതിലേക്ക് പോകാം. ഇതൊരു കെട്ടുകഥയല്ല കേട്ടോ. ഡെറാഡൂണിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടന്ന ഒരു യഥാർത്ഥ സംഭവമാണ് ഞാനീ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് അത്രയേറെ ആഴമുണ്ട്. അവിടെ പതിറ്റാണ്ടുകളോളം ഒരാൺമരവും ഒരു പെൺമരവും ഒരുമിച്ച് അടുത്തടുത്തായി നിൽപ്പുണ്ടായിരുന്നു. ഒരു ദിവസം അതിശക്തമായൊരു കൊടുങ്കാറ്റ് വന്നു. ആ കാറ്റിൽ ആൺമരം വേരോടെ പിഴുത് നിലത്തേക്ക് വീണു. പക്ഷെ അത്ഭുതം അതല്ല, ആ കൊടുങ്കാറ്റിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ നിന്ന പെൺമരം പതിയെ പതിയെ ഉണങ്ങാൻ തുടങ്ങി. ദിവസങ്ങൾക്കുള്ളിൽ തന്റെ കൂടെയുണ്ടായിരുന്ന പങ്കാളി നഷ്ടപ്പെട്ടതിന്റെ ദുഃഖത്തിൽ ആ മരവും പൂർണ്ണമായി ഉണങ്ങിയില്ലാതായി. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ആ പെൺമരം ഉണങ്ങിപ്പോയത് കൊടുങ്കാറ്റുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേടുപാടുകൾ കൊണ്ടോ അല്ല, മറിച്ച് തന്റെ കൂടെയുണ്ടായിരുന്ന ആ കൂട്ടുകാരനുമായുള്ള ആഴത്തിലുള്ള ബന്ധം അത് വേർപെട്ടു പോയതുകൊണ്ടാണ്. ആ ആത്മബന്ധം ഇല്ലാതായപ്പോൾ ആ മരത്തിനും നിലനിൽക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഒന്നാലോചിച്ച് നോക്കൂ. സംസാരിക്കാൻ പോയിട്ട് ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത വൃക്ഷങ്ങൾക്ക് ഇത്രയും സംവേദനക്ഷമതയും ആഴത്തിലുള്ള ബന്ധവും സാധിക്കുമെങ്കിൽ, ചിന്തിക്കാനും സ്നേഹിക്കാനും കഴിവുള്ള നമ്മൾ മനുഷ്യർ എവിടെ എത്തി നിൽക്കുന്നു? അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർത്തുവെച്ച് ഇതിന്റെയെല്ലാം അവസാന സന്ദേശത്തിലേക്ക് നമുക്ക് വരാം. സദ്ഭാവനയുടെ മഹത്തായ സന്ദേശം. കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും കലഹങ്ങൾക്കുമുള്ള പരിഹാരമെന്ന് പറയുന്നത് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിലോ അതിനുവേണ്ടി വഴക്കിടുന്നതിലോ അല്ല, മറിച്ച്
പരസ്പരം സദ്ഭാവന, അതായത് നല്ല ചിന്തകൾ, സഹകരണം, ഇതൊക്കെ വളർത്തിയെടുക്കുന്നതിലാണ് യഥാർത്ഥ പരിഹാരം ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഐക്യം വളർത്താൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഒന്നാമതായി, പുറമെയുള്ള കാര്യങ്ങളെക്കാൾ ആത്മീയമായ ആ ബന്ധത്തിന് മുൻഗണന കൊടുക്കുക. രണ്ടാമത്, എനിക്ക് എന്ത് കിട്ടും എന്ന് ചോദിക്കുന്നതിനു പകരം എനിക്ക് എന്ത് നൽകാൻ കഴിയും എന്നെപ്പോഴും ചിന്തിക്കുക. പിന്നെ പരസ്പരം നല്ലതു മാത്രം ചിന്തിക്കുക, നല്ലതു മാത്രം ചെയ്യുക. ഒരു കുടുംബത്തെ ഒരുമിച്ച് നിർത്തുന്ന, കണ്ണുക്ക് കാണാൻ പറ്റാത്ത ആ ആഴത്തിലുള്ള ബന്ധങ്ങളെ എപ്പോഴും ഓർക്കണം. അവസാനം, ആ മരങ്ങളുടെ കഥ മറക്കരുത്. പ്രകൃതി കാണിച്ചു തന്ന ആ പാഠം മനസ്സിൽ വെച്ച് നമുക്കും സ്നേഹിക്കാം. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി തന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒന്നാലോചിക്കാമോ? നിങ്ങളുടെ കുടുംബത്തെ സദ്ഭാവന കൊണ്ട് നിറയ്ക്കാൻ, കൂടുതൽ സ്നേഹം കൊടുക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരൊറ്റ കാര്യം എന്താണ്? അത് ചെറുതായിക്കോട്ടെ, പക്ഷേ ആ ഒരു നല്ല പ്രവൃത്തിയിൽ നിന്ന് വലിയ മാറ്റങ്ങൾ തുടങ്ങട്ടെ. നന്ദി.